ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിനായിട്ടിപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മസാലയെല്ലാം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെപ്പർ പൊടിച്ചതാണ്. 1 സ്പൂൺ പെപ്പർ പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതേ അളവിൽ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ മാറ്റി വെച്ച ശേഷം വറുത്തെടുക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാറ്റി സാദാ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ചിക്കനെല്ലാം പൊരിച്ചെടുക്കാം. ചിക്കനെല്ലാം നമുക്ക് കോരി മാറ്റിയ ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ കണക്കാക്കി സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ച ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊരിച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോയാ സോസെല്ലാം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പുരട്ടിയെടുക്കുക. ചിക്കനിൽ മസാല പുരട്ടി പറ്റുമെങ്കിൽ ഒരു രാത്രി മൊത്തം വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മസാല കുറച്ചുകൂടി പിടിക്കുന്നതാണ്. 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഒരു പ്രത്യേക സ്വാദുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ പൊരിച്ചത് ഇട്ട ശേഷം നമുക്ക് ചെറുതീയിൽ വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.